അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ കദ്ദാബു അല്ലദി യുസ്ലിഹു ബൈനന്നാസ്. ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിണക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കളവ് അഥവാ ചില വാക്കുകളുടെ കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തുന്നത് ഒരു തെറ്റല്ല എന്നാണ് ഹദീസിൻ്റെ ആശയം. വ്യക്തികളോ സമൂഹമോ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളോ ഒക്കെ തമ്മിൽ ചില സന്ദർഭങ്ങൾ പിണക്കങ്ങൾ ഉണ്ടാകാം. അത് സാധാരണമാണ്, മനുഷ്യൻ്റെ വിവിധമായ സാഹചര്യങ്ങളിൽ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. അതുണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് മാറി സാധാരണ അവസ്ഥയിലേക്ക് സ്വമേധയാ അവർ പരിഹരിച്ച് ഒന്നായി തീരുകയും ചെയ്യും. അധികവും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ചില വാക്കുകളുടെ കടുപ്പം ആ ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് കാരണമാകും. ദേഷ്യത്തിൻ്റെ സന്ദർഭത്തിൽ ചിലപ്പോൾ വളരെ കടുപ്പത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു എന്ന് വരും. അത് മനസ്സിൽ നിന്നും പോകാതെ അങ്ങനെ കിടക്കും. അത് വലിയ വിരോധത്തിലേക്കും ശത്രുതയിലേക്കും ഒക്കെ മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അത്തരത്തിൽ പിണങ്ങി നിൽക്കുന്ന ആൾക്കാരെ തമ്മിൽ ഇണക്കാൻ, ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നതും കൂടെ ഈ ഹദീസിൻ്റെ ഒരു താല്പര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. സമൂഹത്തിൽ എപ്പോഴും സ്നേഹവും ഐക്യവും സന്തോഷവും ഒക്കെ നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമായത് എല്ലാവരും ഇണങ്ങി ഒന്നായി സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിൽ ശക്തിയും സൗന്ദര്യവും ഒക്കെ രൂപപ്പെട്ടു വരുന്നതും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇണക്കങ്ങളെ, പ്രശ്നങ്ങളെ നിങ്ങൾ പരിഹരിച്ചെടുക്കണം. ആ പരിഹരിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ അല്ലറ ചില്ലറ കൂട്ടിച്ചേർക്കലുകളൊക്കെ വാക്കിൽ വരുത്തേണ്ടി വരും. അത് കുഴപ്പമല്ല, അതിനേക്കാൾ നല്ലൊരു കാര്യത്തിലേക്കാണ് അത് കാരണമായി മാറുന്നത് എന്നതുകൊണ്ട്. അപ്പോൾ പിണങ്ങിക്കഴിയുന്ന വ്യക്തികൾ തമ്മിൽ ഇണക്കാൻ ശ്രമിക്കുന്ന ആൾ, നിങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല അഭിപ്രായമാണ്, പലപ്പോഴും നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളോട് വിരോധമൊന്നുമില്ല, നേരത്തെ ഒരു സാഹചര്യത്തിൽ മനുഷ്യനല്ലേ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചിലതൊക്കെ പറഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തോട് മറ്റേയാൾക്ക് ദേഷ്യമില്ല, വിരോധമില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരൊക്കെ എല്ലാ കാര്യത്തിനും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്ന ആളായിരുന്നല്ലോ നിങ്ങൾ, പല കാര്യങ്ങളിലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്, ഈ കാര്യത്തിലും കൂടെ നിങ്ങളത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ അടുത്ത ആളോടും പറയുക. ഇതിനി കുടുംബപരമായ പ്രശ്നങ്ങളാണ്, ഒന്നിലേറെ ആളുകൾ തമ്മിൽ നീണ്ടു നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ രണ്ട് ടീമുകളായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിലും ഇത്തരത്തിൽ ചില വാക്കുകളുടെ കൂട്ടിച്ചേർക്കലുകളിലൂടെ നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ ഹദീസിൻ്റെ ഒരാശയം. കളവ് പറയൽ തെറ്റ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. മുസ്ലിമിൻ്റെ അഥവാ മുഅ്മിനിൻ്റെ ഈമാനെന്ന് പറയുന്ന ഏറ്റവും മഹത്തായ സൽഗുണത്തോട് ഒട്ടും ചേരാത്ത ഒരു ദുർഗുണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത്ര മോശമായിട്ടാണ്. കാര്യങ്ങളിലൊക്കെ സത്യസന്ധത, അത് ഇസ്ലാമികമായൊരു കാഴ്ചപ്പാടാണ്. അത് വിശ്വാസത്തിലാണെങ്കിലും കർമ്മങ്ങളിലാണെങ്കിലും വാക്കുകളിലാണെങ്കിലും എല്ലാം സത്യസന്ധരാവുക എന്നതാണ് ഇസ്ലാമികമായൊരു കാഴ്ചപ്പാട്. അപ്പോൾ അവിടെ കളവ് ഒരിക്കലും ഭൂഷണമല്ല, തെറ്റായ കാര്യമാണ്. പക്ഷേ വലിയൊരു നന്മ രണ്ട് വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ, കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ അകന്നു കഴിയുന്നവരെ ഒന്നായി ചേർക്കാൻ വേണ്ടിയാണെങ്കിൽ ചില വാക്കുകളുടെ കൂട്ടിച്ചേർക്കലുകളൊക്കെ ആകാം എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് ഈ കൃത്യമായ ഒരു രൂപത്തിൽ തന്നെ ചെയ്യുമ്പോൾ അത് പുണ്യകരമായ കാര്യമാണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണ്. ആ ഇടപെടൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അത്തരം ഇടപാടുകളുടെ സന്ദർഭത്തിൽ ചില വാക്കുകളുടെ കൂട്ടിച്ചേർക്കലുകൾ നിങ്ങൾക്കാകാമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നിടത്ത്, സമൂഹത്തെ ഒന്നായി കാണാൻ, സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിൽ കണ്ടിട്ടുള്ളത് എന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ബന്ധങ്ങൾ ഏറ്റവും നല്ല നിലയിൽ ആകാനുള്ള ശ്രമവും ഉണ്ടാകണം എന്നത് ഇത്തരം ഹദീസുകളുടെയൊക്കെ താല്പര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.